യൂറോപ്പ് എന്ന് കേട്ടാൽ മഞ്ഞും കുളിരുമാണ് മനസ്സിൽ തെളിയുന്നത്. എന്നാൽ ആ അനുഭവം ഓർമ്മയാകുമോ എന്ന ആശങ്കയാണ് യൂറോപ്പിലെ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ. കടുത്ത ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളുകയാണ് യൂറോപ്പ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കഴിഞ്ഞ വർഷം പൊള്ളലേറ്റ യൂറോപ്പിൽ ഈ വർഷവും ഉഷ്ണതരംഗം മരണക്കാറ്റായി മാറുന്നു. ഉഷ്ണതരംഗത്തിൽ 3 മാസത്തിനിടെ 2300-ലേറെ പേർ മരിച്ചുവെന്ന് പഠന റിപ്പോർട്ട്. ആഗോള ശരാശരിയേക്കാൾ വേഗതയിൽ താപനില ഉയരുന്ന ഭൂഖണ്ഡമായി മാറിയിരിക്കുന്നു യൂറോപ്പ്. യൂറോപ്പിലെ കഴിഞ്ഞ 5 വർഷത്തെ താപനില വർധനവ് 4 ഡിഗ്രി സെൽഷ്യസാണ്. അതേസമയം ആഗോളതലത്തിലെ ശരാശരി വർധനവാകട്ടെ 1.3 ഡിഗ്രി സെൽഷ്യസും. ലോക കാലാവസ്ഥാ സംഘടനയും യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ ഏജൻസിയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസും നടത്തിയ സംയുക്ത പഠനത്തിലാണ് സുപ്രധാനമായ കണ്ടെത്തൽ. ഇതോടെ റെക്കോർഡ് താപനില, കാട്ടുതീ, ഉഷ്ണതരംഗം, ഹിമാനികളുടെ ഉരുകൽ പോലുള്ള സംഭവങ്ങളുടെ തീവ്രതയും കൂടി. യൂറോപ്പിൽ ഇപ്പോൾ അതിശക്തമായ ഉഷ്ണതരംഗമാണ് അലയടിക്കുന്നത്. മെഡിറ്ററേനിയനിൽ നിന്നുള്ള ഒരു സമുദ്ര ഉഷ്ണതരംഗം മധ്യ യൂറോപ്പിലെ മറ്റൊരു ഉഷ്ണതരംഗവുമായി സംയോജിച്ച് തീവ്രമായ ഉഷ്ണതരംഗമായി മാറിയെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 2 വരെയുള്ള 10 ദിവസത്തിനിടെ യൂറോപ്പിലുണ്ടായ ഉഷ്ണതരംഗത്തിൽ 2300-ലേറെ പേർ മരിച്ചുവെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. ലണ്ടനിലെ ഇംപീരിയൽ കോളേജും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനും നടത്തിയ പഠനത്തിലാണ് മരണസംഖ്യ വ്യക്തമായത്. ഇതിൽ 1500 പേരുടെ മരണം കാലാവസ്ഥാ വ്യതിയാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. പടിഞ്ഞാറൻ യൂറോപ്പ് കനത്ത ചൂടിൽ വെന്തുരുകിയ ഈ ദിവസങ്ങളിൽ 12 നഗരങ്ങളിലായാണ് ഇത്രയും പേർ മരിച്ചത്. ഈ പ്രദേശങ്ങളിലെ മുൻകാല മരണനിരക്കുകളും മരണകാരണ സാധ്യതകളും പഠനവിധേയമാക്കിയാണ് അത്യുഷ്ണമാണ് വില്ലനായതെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞത്. അത്യുഷ്ണം പലരിലും രോഗാവസ്ഥകളെ രൂക്ഷമാക്കിയെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ വേനൽക്കാലം ആരംഭിച്ചതോടെ കടുത്ത ഉഷ്ണതരംഗത്തെ നേരിടാൻ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. തെക്കൻ യൂറോപ്പിലെ നിരവധി ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഉഷ്ണതരംഗം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, സ്വീഡൻ, നോർവേ, ഓസ്ട്രിയ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ അധികൃതർ യാത്രാനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പല പ്രധാന നഗരങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടയ്ക്കുന്നതിന് കാരണമായി. പാരീസിൽ ജൂലൈ ആദ്യവാരം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ പ്രശസ്തമായ ഈഫൽ ടവർ അടച്ചിടേണ്ടി വന്നു. ഫ്രാൻസിലെ പല നഗരങ്ങളിലും ചൂട് 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഫ്രാൻസിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത തരം മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. 200-ലധികം സ്കൂളുകളാണ് ഫ്രാൻസിലെമ്പാടും പൂർണ്ണമായോ ഭാഗികമായോ അടച്ചിട്ടിരിക്കുന്നത്. പോർച്ചുഗലിലെ മോറ നഗരത്തിൽ ഇതേ ദിവസം 46 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന സാഹചര്യമുണ്ടായി. സ്പെയിനിലെ എൽ ഗ്രനാഡോയിൽ താപനില 46 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സ്പെയിനിലെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസമാണ് കടന്നുപോയത്. മജോർക്കയിൽ തീവ്രമായ ചൂട് കാരണം ഒരു വിനോദസഞ്ചാരി മരിക്കുകയുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ഗുരുതര കാലാവസ്ഥാ പ്രതിസന്ധി കൂടിയാണ് ഉഷ്ണതരംഗം സൃഷ്ടിക്കുന്നത്. നിലവിൽ റെക്കോർഡ് വേഗതയിലുരുകുന്ന ആൽപൈൻ മഞ്ഞുപാളികൾക്കുമേൽ ഉഷ്ണതരംഗം അധിക സമ്മർദ്ദമാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ശീലങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് UN മനുഷ്യാവകാശ ഏജൻസിയുടെ മേധാവി ഫോൾക്കർ തുർക്ക് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നഷ്ടവും യൂറോപ്പിനുണ്ടായി. ആഗോളതലത്തിൽ തന്നെ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ചൂടേറിയ ദിനങ്ങളാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ലോകത്തെ ചൂടാക്കുകയും പരിസ്ഥിതിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.